ബേസിക്കലി നെഗറ്റീവ് സംഭവം എന്റെ ഫാമിലി അഫക്ട് ചെയ്തത് ഞാൻ ഒരിക്കലും പറയില്ല. എന്റെ ഫാമിലി ഒരിക്കലും ഇങ്ങനത്തെ അഫക്ട് ആവാറില്ല. ബിക്കോസ് പൊതുവേ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് ഒരാൾ നമ്മളെ പോയിന്റ് ഔട്ട് ചെയ്ത് മിസ്റ്റേക്ക് പറഞ്ഞാൽ നമുക്കതൊരു ഫീൽ ആവും. പക്ഷെ ഒരു തെറ്റും ചെയ്ത് ആരും ഉപദ്രവിക്കാതെ നമ്മൾ നമ്മുടെ ലൈഫ് ജീവിച്ചു പോകുമ്പോൾ ഇല്ലാത്ത കാര്യം ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നവരില്ലേ, അവർക്കായിരിക്കും ഉറങ്ങാൻ ബുദ്ധിമുട്ട്. ഞാൻ പൊതുവേ എന്റെ ഇപ്പൊ ഇവൻ തന്നെ അറിയായിരിക്കും, എന്റെ മീമ് കാര്യങ്ങളൊന്നും ഞാൻ റിയാക്ട് ചെയ്യാറില്ല. ഞാൻ ഇങ്ങനെ ട്രോളൊക്കെ ചിലത് കണ്ട് എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതാണ് നമ്മൾ റിയാക്ട് ചെയ്തിട്ട് ഞാൻ പറയും, ഞാൻ ഇങ്ങനെ ട്രോളെ കാണുമ്പോൾ വിട്ടില്ല, ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നല്ലേ എന്നൊക്കെ ഞാൻ പറയും. ഐ എൻജോയ് മീംസ് ട്രോൾ. കാരണം ഈ മീമും ട്രോളും ഉണ്ടാക്കുന്നവര് അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്റെ ബ്ലോഗ് ഇരുന്ന് കാണും. എന്നാലും അവർക്ക് മീം ഉണ്ടാക്കാൻ പറ്റും ആണല്ലോ. അപ്പൊ ഞാൻ പോലും എന്റെ ബ്ലോഗ് മൊത്തം കാണാറില്ല, ടു ബി വെരി ഓണസ്റ്റ്. അപ്പൊ ഈ കണ്ടവർ ഇവരെ കാരണമായിരിക്കണം എനിക്ക് റവന്യൂ ജനറേറ്റ് ആവുന്നത് യൂട്യൂബിൽ. അപ്പൊ ഒബ്വിയസ്ലി ഐ ഷുഡ് താങ്ക് ദം ഫസ്റ്റ്. പക്ഷെ ഇത് മീംസ് ട്രോളൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഇറ്റ്സ് ഫൺ ഗെയിംസ്, അത് എല്ലാം നമുക്ക് ചിരിച്ച് കളിച്ചൊക്കെ വിടാം. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ അത് എന്റെ എന്നല്ല, ആരെയും നമ്മൾ ഇതുപോലെ നമ്മൾ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തിരിക്കുക. ഒരാൾക്ക് എങ്ങനെ ഫീൽ ആവും നമുക്ക് പറയാൻ പറ്റില്ല. എന്റെ അടുത്ത് ഇപ്പൊ ആരും എന്തെങ്കിലും പറഞ്ഞ ഇറ്റ് ഡസന്റ് ബോദർ മീ അറ്റ് ഓൾ. പക്ഷെ എന്നെ പോലെ ആയിരിക്കില്ല തൊട്ടപ്പുറത്ത് എന്റെ പ്രായത്തിൽ വേറൊരു പെൺകുട്ടി. എന്റെ ഫാമിലി അഫക്റ്റഡേ ആവാല. അവർ സത്യം പറഞ്ഞാൽ ബേസിക്കലി ഇതിനെപ്പറ്റി സംസാരിക്കാറ് പോലില്ല വീട്ടില്. പക്ഷേ അറ്റ് സം പോയിന്റ് എനിക്കെന്ന് പറഞ്ഞാൽ എനിക്കൊരു ബിസിനസ്സും കൂടെ ഉണ്ട്. ഐ എം സംബഡി ഹൂസ് എൻ ഓൺട്രപ്രണർ ആസ് വെൽ. അപ്പൊ എന്റെ ബിസിനസ് പോസ്റ്റുകളുടെ അടിയിൽ ഒരു കാര്യവുമില്ലാതെ ഒരു ഇതുപോലെ ബിഗ് ബോസ് എന്ന് ഇറങ്ങിയ ഒരാളുണ്ട്. പുള്ളിക്കാരന്റെ പേര് ഞാൻ പറയുന്നില്ല, അതെല്ലാവർക്കും അറിയായിരിക്കും. പുള്ളിക്കാരൻ ഇതുപോലെ അച്ഛന്റെ അഗൻസ്റ്റ് പറഞ്ഞു, ഇതിലേക്കൊന്നും പറയില്ലേ, തന്റെ അച്ഛൻ ഇതുപോലെ താഴ്ന്ന ജാതി ആൾക്കാരെ കുറ്റം പറഞ്ഞു. ഞാൻ മനസ്സിൽ വിചാരിച്ചു, എപ്പോ പറഞ്ഞു, ആര് പറഞ്ഞു എന്നുള്ളതായിപ്പോയി. അപ്പൊ ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ഇവനോട് ചോദിച്ചു, ഐ ആസ്റ്റും ഒരു ഒപ്പീനിയൻ പോലെ, ഷുഡ് ഐ റിയാക്ട്? ഇവൻ അഫ്കോഴ്സ് എന്റെ അടുത്ത് പോലെ വേണ്ട, ഡോണ്ട് റിയാക്ട്. അവര് ഇതുപോലെ ഫെയിം കിട്ടാൻ വേണ്ടി കോൺട്രവേഴ്സി ഉണ്ടാക്കും, നീ മൈൻഡ് ചെയ്തിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ചിട്ട് ഞാൻ ഇവനോട് പറഞ്ഞിട്ട് എനിക്കൊരു വെപ്രാളം, അച്ഛനെ ഇങ്ങനെ ഇത്രയും പേര് ടാർഗറ്റ് ചെയ്യുന്നത്. എനിക്ക് മേ ബി എല്ലാവരും മിണ്ടാതിരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ചില സ്ഥലങ്ങളിൽ മിണ്ടാതിരിക്കാൻ പറ്റില്ല, ഞാൻ റിയാക്ട് ചെയ്യും. കാരണം എനിക്ക് പറയുമ്പോൾ എന്റെ അച്ഛനെയോ അമ്മേനെയോ ഞാൻ ഫാമിലി ആയിട്ട് ഒരു വ്ളോഗിൽ നോക്കി കഴിഞ്ഞാൽ ഐ എം സംബഡി ഹൂസ് നോട്ട് അറ്റ് ഓൾ ക്ലോസ് വിത്ത് ദം. ഞാൻ അങ്ങനെ ക്ലോസ് ഒന്നും ആവാറില്ല, ഞാൻ എന്റെ ലൈഫ് അതായിട്ട്. പക്ഷെ എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര സെൻസിറ്റീവ്. അത് വെളിയിൽ കണ്ടില്ലെങ്കിൽ എനിക്ക് എന്റെ വീട്ടുകാരെ സിസ്റ്റേഴ്സിനെ ആരും വെളിയിൽ പറഞ്ഞാൽ, ഞാൻ ചിലപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ എല്ലാവരെയും കളിയാക്കി വിടും, ഈശാനി അങ്ങനെ അമുൻ. പുറത്ത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവും. ഞാൻ ആ പറയുന്നവരെ വാ അടപ്പിക്കും. ഞാൻ പറയും, വീട്ടിൽ ഇരിക്കുന്നവരെ പറ്റി പറഞ്ഞാൽ അത് എന്റെ വീട്ടിലുള്ളവരെ പറ്റി പറയരുത് എന്നുള്ളത് ഞാൻ പറയും. അപ്പൊ എനിക്ക് എന്റെ അച്ഛനെ പറ്റി ഒരു പരിധി കഴിഞ്ഞ് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്നെ റിയാക്ട് ചെയ്ത് ഇൻ സച്ച് എ വേ ഞാൻ ആരെയും തെറി വിളിക്കാനോ ബ്ലെയിം ചെയ്യാനോ അബ്യൂസ് ചെയ്യാനോ ഞാൻ വന്നിട്ടില്ല. അച്ഛൻ എന്ത് ഉദ്ദേശിച്ചു എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായി റീലിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എവരിബഡി സോ ദാറ്റ് റീൽ 2 മില്യണോളം വ്യൂ ഉണ്ട് അതിന്, ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അച്ഛൻ എന്നകത്ത് ഉദ്ദേശിച്ചൊരു സംഭവം, അച്ഛൻ്റെ ഒരു കൊതി കുഞ്ഞിലേ ഉണ്ടായിരുന്നപ്പോൾ അച്ഛന് കഴിക്കാൻ ആഗ്രഹമുള്ള ഒരു കൊതിയെ പറ്റി അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതിന് നമ്മുടെ കാസ്റ്റോ നിലയോ വേലയോ ഏത് വീട്ടിൽ നിന്ന് വരുന്നു, ഇന്ന ആളുടെ മോള് എന്നൊന്നുമില്ല. അത് ഓരോരുത്തരുടെ കൊതിയാണ്. ഒരു മൾട്ടി മില്യണർ ആൾക്ക് നാളെ വന്നിരുന്നാൽ ചെയ്യാമല്ലോ, ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണത്, അതെന്റെ അച്ഛന് ഇഷ്ടമാണ്. അത് പറഞ്ഞു എന്നേ ഉള്ളൂ.